പിണറായി വിജയൻ കേരളത്തിൽ നിന്നും ഡൽഹിയിലോട്ട് കെട്ടുകെട്ടിച്ച നേതാക്കളിൽ ഒരാളാണ് എം.എ. ബേബി. എം.എ. ബേബിയെ കേരളത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയാണ് പിണറായി വിജയൻ അത്തരത്തിൽ ഒരു നടപടി എടുത്തത്. എന്നാൽ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിലുള്ള എം.എ. ബേബി പതിയെ പതിയെ സംഘടനയിൽ കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വിശ്വാസ്യത പിടിച്ചെടുക്കാൻ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനോട് മത്സരിച്ചപ്പോൾ പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗമാണ് എം.എ. ബേബിയെ 37,600-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്താൻ കാരണമായി കണക്കാക്കുന്നത്. അതുവരെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന കോട്ടയായിരുന്ന കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം 2009-ൽ പീതാംബരക്കുറുപ്പ് കഷ്ടിച്ച് ജയിച്ചു എന്നുള്ളതല്ലാതെ കൊല്ലം പാർലമെൻറ്റ് ഇടതു മുൻതൂക്കം തന്നെയായിരുന്നു. എന്നാൽ NK പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് RSP കലഹിച്ചതും CPIM-ഉമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF-ലേക്ക് മുന്നണി പ്രവേശനം നടത്തിയതും. എം.എ. ബേബിക്ക് സീറ്റ് കൊടുക്കുകയും അദ്ദേഹം 100% വിജയിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്ത മണ്ഡലത്തിൽ 2014-ൽ വലിയ കോളിളക്കം സംഭവിക്കുകയും അദ്ദേഹം പരാജയപ്പെടുകയും അദ്ദേഹം പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ മധുരയിൽ CPIM-ൻ്റെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി പരിഗണനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പേര് എം.എ. ബേബിയുടേതാണ്. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന എം.എ. ബേബിക്ക് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും വലിയ രീതിയിലുള്ള ഒരു സമ്മതി ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ബേബിയെ കൊണ്ടുവരുന്നതിൽ പിണറായി വിജയൻ എതിർപ്പുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരും. കാരണം പിണറായി വിജയന് കുടലൂതുന്ന ഒരു വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും ദേശീയ സെക്രട്ടറി ആക്കണം എന്ന ആഗ്രഹമാണ് ഉള്ളത്. ആകെ CPIM-ന് അധികാരവും വോട്ട് ഷെയറുമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. 24% വോട്ട് ഷെയറുമായി ത്രിപുരയിലും CPIM പ്രതിപക്ഷത്തുണ്ടെങ്കിലും മറ്റൊരു സംസ്ഥാനത്തും 34 കൊല്ലം ഭരിച്ച ബംഗാളിൽ പോലും 1% വോട്ട് പോലും ഇല്ല. അതായത് സംസ്ഥാന പാർട്ടി പോലുമല്ല എന്ന് ചുരുക്കം. അങ്ങനെയുള്ള CPIM-നെ സംബന്ധിച്ചിടത്തോളം കേരളവും ത്രിപുരയും പറയുന്നതായിരിക്കും വേദവാക്യം. അതിൽ തന്നെ ത്രിപുരയിൽ നിന്നുള്ള അംഗങ്ങൾക്ക് കേരളത്തിലെ അംഗങ്ങളുടെ അത്ര ശബ്ദം എടുക്കാൻ കഴിയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പാർട്ടിക്ക് വേണ്ടി പണം സ്വരൂപിക്കാനോ പാർട്ടിക്ക് വേണ്ടി ഓഫീസ് മന്ദിരം പണിയാനോ പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനോ കഴിയില്ല. എല്ലാത്തിനും ആധിപത്യം പണമാണല്ലോ എന്ന് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും CPIM-ൻ്റെ കേരള ഘടകം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കാനും കഴിയില്ല. എന്നാൽ ബേബിയെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്നുള്ള ചില അംഗങ്ങളും തയ്യാറായാൽ സ്വാഭാവികമായും ആ ഒരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങളെത്തും. പിണറായി വിജയന് വരുന്ന ആളുകൾ ഇനി പാർട്ടി നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന രീതിയിലേക്ക് വരുമോ? കാത്തിരുന്ന് കാണണം.